കിളിയേ കിളിയേ മണിമണിമേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ. ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം പാടും അഴകിന്നഴകേ. കിളിയേ കിളിയേ മണിമണിമേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ. ഹലോ എവ്രി വൺ, സൂര്യ കോമഡിയുടെ എല്ലാ പ്രേക്ഷകർക്കും കുക്കോ കുക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പൊതുവേ ഇങ്ങനെ വെറുതെ വർത്താനം പറഞ്ഞിട്ടല്ലേ തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു ഇന്നെന്തായാലും ഇപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുന്ന നമ്മുടെ ലോകയിലെ തന്നെ ഒരു പാട്ട്, ലോകയിലെ പാട്ടല്ല, ഈ പാട്ട് ഈ അടുത്ത് ഭയങ്കരമായിട്ട് ഹിറ്റായതാണ് സിനിമ കാരണം. അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ പിന്നെ എന്നാൽ പിന്നെ ആ പാട്ട് പാടിയിട്ട് അങ്ങ് തുടങ്ങാന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. അപ്പം ആദ്യം തന്നെ നമുക്ക് കാണുന്നത് നല്ല വലിയ 2 മീനുകളാണ്. അപ്പം നമുക്ക് മനസ്സിലായല്ലോ എന്താണ് ഇന്നത്തെ ഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷ് റിലേറ്റഡ് ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ആണോ, ഫിഷ് കറി ആണോ, ഇനി ഫിഷ് പൊള്ളിച്ചതാണോ എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. അതൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഷെഫ് വരണം. അതുപോലെ തന്നെ ഇവിടെ ഇന്നും ഒരു സ്റ്റവേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഒരു സ്റ്റവ് ഉള്ള സമയത്ത് നമുക്കറിയാം എന്താണ് നടന്നത്. ഷെഫിന് വേണ്ടി നമ്മളൊരു സർപ്രൈസ് ആയിട്ട് വേറൊരു ഷെഫ് വന്നിട്ട് നമുക്ക് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് നമുക്ക് ഉണ്ടാക്കി തന്നത്. ആൻഡ് അതെല്ലാവരും കഴിച്ച് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇന്നും ഷെഫിന് നമ്മളൊരു സർപ്രൈസ് കൊടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ സർപ്രൈസ് ആവത്തില്ലല്ലോ. അപ്പോൾ നമ്മുടെ മാജിക് ഷെഫ് ഇന്നാണെങ്കിൽ വന്നേക്കുന്നത് ഫുൾ കളർഫുൾ ആയിട്ട് ഫുൾ അടിപൊളി ഗെറ്റപ്പിലാണ് ഇന്ന് വന്നേക്കുന്നത്. പൊതുവേ നമ്മൾ കണ്ടേക്കുന്നത് ഇതുവരെ എപ്പോഴും നമ്മുടെ ഷെഫിൻ്റെ കോട്ടൊക്കെ ഇട്ടിട്ടാണല്ലോ. ഇന്നൊരു വെറൈറ്റി ലുക്കിലാണ് നമ്മുടെ ഷെഫ് വരുന്നത്. സോ ലെറ്റ്സ് ഇൻവൈറ്റ് ഷെഫ് നളൻ. ആരാണത്? ആരാണിത്? എന്താണിത്? നമസ്കാരം. എന്റെ അടുത്ത് നിന്ന് പ്രൊഡ്യൂസർ വിളിച്ചിട്ട് പറഞ്ഞു പണിയൊന്നുമില്ല, വെറുതെ വന്നാൽ മതി, എന്റെ ജോലിയൊക്കെ പോയി പാചകം ചെയ്യാൻ വേറെ ആൾക്കാരെയൊക്കെ വിളിച്ചെന്ന് പറഞ്ഞു. അതെ, കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മയില്ലേ നമ്മള് അവർ തന്നെ പിന്നെ അവർ സ്ഥിരമാക്കിയോ? ചുമ്മാ പറഞ്ഞ ഡിഷ് അടിപൊളിയാന്നൊക്കെ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്ത് അപ്പൊ സമയം കളയണ്ട അല്ലേ? ഇവിടെ എന്റെ ദൈവമേ, ഇന്ന് നമുക്ക് മീനാണ് സ്പെഷ്യൽ ആയിട്ട്, അതും കരിമീൻ. കരിമീൻ കൊണ്ടുപോയാലോ? പക്ഷെ എനിക്ക് വിഷമം എന്താ പറയാ, ഈ കരിമീനിന്റെ തൊലി കളഞ്ഞിട്ടേ അതിനെ കരിമീൻ എന്ന് വിളിക്കുന്ന നാണക്കേടല്ലേ? അപ്പൊ കരിമീന്റെ തൊലി കളയാൻ പാടില്ല, ചെതമ്പല് കളയണം. ഓക്കെ, മസാലകളെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഗസ്റ്റ് എന്ന് വിളിക്കണം. എന്താ നമ്മൾ ഗസ്റ്റ് എന്ന് വിളിച്ചാൽ ശരിയാവും? കാരണം നമുക്ക് ഇന്ന് കുക്ക് ചെയ്ത് തരുന്നത് നമ്മുടെ ഗസ്റ്റ് ആണ് അല്ലെ? കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കൂടെ എപ്പിസോഡിലുണ്ടായിട്ട് നമുക്ക് നല്ലൊരു ഗംഭീരമായിട്ടുള്ള ഡെസേർട്ട് ഒക്കെ ഉണ്ടാക്കി തന്ന് നമ്മുടെ സ്വന്തം ഷെഫ് ഫസീഹ തെൻസിലാണ്. അപ്പം ലെറ്റ്സ് വെൽക്കം ദി ഫസീഹ. ഗെറ്റപ്പ് മാറി. എനിക്ക് മനസ്സിലായില്ല. അതെ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തോ? ഷെഫ് അങ്ങോട്ട് വന്നിട്ട് ഇന്ന് വേറെ ഒരു ലുക്ക് അല്ലേ? വേറെ ആരുമല്ല, ഞാൻ തന്നെ. ഇന്ന് നമ്മൾ 3 പേരും. ഷെഫ് ഒന്നും കൂടി കുഞ്ഞായില്ലേ? അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ പണ്ട് ചെറുപ്പം ചുമ്മാ നിർത്തിയേക്കുന്നതല്ലേ ഒരു ഗൗരവം കിട്ടാൻ വേണ്ടി. അത് മാത്രമല്ല ഈ വിഷയം എന്ന് പറയുന്നത് താങ്കളുടെ ഈ നാടൻ വിഭവം ആണെന്ന് തോന്നുന്നു കണ്ടിട്ടല്ലേ? ഫിഷ് ഇഷ്ടമാണല്ലോ, അത് കാരണം ഫിഷ് തന്നെ വെച്ചിട്ട്. എന്നാലും ഞാൻ ഈ കംപ്ലീറ്റ് ഒരു അറേബ്യൻ അച്ചേറെ കണ്ടപ്പോൾ ഒരു അറബിക് ഫുഡാണ് ഇന്നും പ്രതീക്ഷിച്ചത്. വളരെ ഈസി അല്ലേ? എന്തൊക്കെ പഠിക്കണം ഷെഫിന്റെ അടുത്ത് നിന്ന്? എന്തൊക്കെ അറബി പഠിക്കണം, എന്തൊക്കെയാണ് വേറെ അറബി അറിയോ? അറിയില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞു. അപ്പൊ നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് കടന്നാലോ? ഇന്നത്തെ ഡിഷിന്റെ പേരെന്താണ്? കരിമീൻ കണ്ണമ്മ വല്ലതാണോ? കണ്ണിയാടി പുറത്തിരിക്കുന്നു. അങ്ങനെ പറയരുത്. ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടോ ഈ ഡിഷ്? അങ്ങനെയൊന്നുമില്ല. ഞാൻ ഓരോ ദിവസവും ഓരോ ഡിഷ് പരീക്ഷിച്ചോണ്ടിരിക്കണത്. ചിലപ്പോ സക്സസ് ആകും, ചിലപ്പോ ആകില്ല. ഞാൻ ഇത് ജസ്റ്റ് പരീക്ഷണമാണ്. ഇത് ജസ്റ്റ് കരിമീൻ തവ ഫ്രൈ ആണ്. അതില് കോക്കനട്ടും കൂടി ആഡ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ, സിമ്പിൾ. നമുക്ക് തുടങ്ങിയാലോ? മാരിനേഷൻ കൊടുക്കാം. ഇതിലേക്ക് ഫിഷ് മാരിനേഷൻ ആണ്. കൈക്കണക്കാണ്, ശ്രദ്ധിച്ചോണം. വീട്ടമ്മമാര് പ്രത്യേകിച്ച് കാണുന്ന പരിപാടിയിൽ 8 സ്പൂൺ 4 സ്പൂൺ ഒന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ കൈക്കണക്കിലേക്ക് പോവാ അല്ലെ? സാധാരണ മീനിന് അത്രേ ഉള്ളൂ. അതെന്താ പെട്ടത്? ജീരകപ്പൊടി, ഇത് ഗരം മസാല, മുളകുപൊടി ഇട്ടു, മഞ്ഞപ്പൊടി ഇട്ടു, ജീരകപ്പൊടി. അതെ. ജിഞ്ചർ ഗാർലിക് ഉപയോഗിക്കുന്നുണ്ടോ? അതെ. ഓക്കെ, എല്ലാം നാടൻ. നാടനല്ലേ ടേസ്റ്റ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ഇട്ടു എടുത്തത്.
ഇച്ചിരി വെളുത്തുള്ളി ഇട്ടു. നാരങ്ങനീര് വേണോ? അതെ അതെ. നാരങ്ങനീര് ഒഴിച്ചു. ഒന്നും കുറയ്ക്കണ്ട. ഓക്കെ. കുറച്ച് ഉപ്പിട്ടു. സോൾട്ട് നേരത്തെ ഇട്ടായിരുന്നല്ലോ. ഇല്ല, ഉറപ്പാണോ? ടെസ്റ്റിംഗ് ആ. പിന്നെന്താ വേണമായിരുന്നു, അതിൽ നിന്ന് തന്നെ എടുക്കാം. ഇതല്ലേ ഓയില്? ഈ കയ്യിലൊരു വിസ്മയം ഉണ്ടെന്നാ പറയുന്നത്, മനസ്സിലാവുന്നു. അപ്പൊ നിങ്ങൾ ഈ സ്പൂണൊക്കെ വെച്ച് ചെയ്താലും നിങ്ങൾക്ക് ആ ഒരു കിട്ടൂല, ആ ഒരു സാധനം കിട്ടത്തില്ല. ടേസ്റ്റ് കിട്ടണേ കൈ വെച്ച് കയ്യിലോട്ട് അങ്ങോട്ട് എടുത്തു വെച്ചിട്ട് ഇതിനെ അങ്ങോട്ട് മസാല ഇടണം. നല്ല പോലെ മാരിനേറ്റ് ചെയ്തോണ്ടിരിക്കണം. അപ്പൊ നമ്മൾ മാരിനേഷന് വേണ്ടിയിട്ട് ആ മിക്സ്ചറിൽ എന്തൊക്കെയാണുള്ളത്? മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, ജീരകപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പിട്ടു, എണ്ണ ഇട്ടു, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. എണ്ണ ഇട്ടു. പിന്നെ ഇത് നാരങ്ങ നീര്. മാരിനേഷൻ ഒക്കെ അതെ കഴിഞ്ഞിട്ടാ. ഓക്കെ. ഇതിന് എത്ര നേരം ഇങ്ങനെ വെക്കണം പിടിച്ച്? അരമണിക്കൂർ. ഞാൻ ചെയ്തോളാം. അരമണിക്കൂർ വെച്ചാ മതി, അതിനുള്ളതേ ഉള്ളൂ. അരമണിക്കൂർ ഇരിക്കണോന്നാ പറയുന്നത്. ഞങ്ങളിത് അരമണിക്കൂർ വെച്ചായിട്ട് നിങ്ങൾ ഊഹിക്കുക. ഓക്കെ, ബാക്കി നമ്മളിവിടെ അടുത്ത പരിപാടിയായിട്ട് തുടങ്ങി പോയിരിക്കുകയാണ്. മസാല ഇട്ട് മാരിനേറ്റഡ് ഫിഷ്. അപ്പൊ നമ്മൾ ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പൊ ഒരു 10-20 മിനിറ്റ്സ് ആയി. ഇനി നമ്മളത് ഫ്രൈ ചെയ്യാൻ പോവാണ്. ഓക്കെ. അപ്പം നമ്മുടെ ഫിഷ് തവ ഫ്രൈ കുറച്ച് മതി. തവ എന്ന് പറയുമ്പോൾ നമ്മുടെ വലിയ തവയാണ് ശരിക്കും യൂസ് ചെയ്യേണ്ടത്. തവ ഫ്രൈ എന്ന് പറയുമ്പോൾ നമ്മൾ തവയാണ് യൂസ് ചെയ്യേണ്ടത്. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് ഇവിടെ തവ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പാനിനകത്തത് ഫ്രൈ ചെയ്ത് കാണിക്കുകയാണ്. ഓക്കെ. സ്ഥലമില്ല, ഓരോന്നും കിടക്കട്ടെ, ഒരെണ്ണം അവിടെ ഇരിക്കട്ടെ. അപ്പൊ ഞാനും കൂടെ ഒരു ഹെൽപ്പ് സപ്പോർട്ട് ചെയ്യാം. അല്ല, ഞാൻ സപ്പോർട്ട് ചെയ്യാം. ജോയിൻ ഒന്നും അല്ല, ഇവരുടെ തന്നെ റെസിപ്പിയാണ്. നമുക്ക് ഇതും കൂടെ ഫ്രൈ ചെയ്യാം, കാരണം ഇത്ര ആൾക്കാർ കഴിക്കണ്ടേ. പക്ഷെ ഞാൻ തവ ഫ്രൈ അല്ല ചെയ്യുന്നത്. എനിക്കിഷ്ടം നല്ല വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച്, അല്ലെ, അതേ കരിമീൻ മസാലയാണ് അല്ലേ? രണ്ട് രീതിയിലാണ് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, അദ്ദേഹത്തിന്റെ തന്നെ ഒരു റെസിപ്പിയാണ്. പക്ഷെ ഞാൻ അതിനെ കാണുന്ന വേറൊരു രീതിയിലാണെന്ന് മാത്രം. ഓക്കെ. അങ്ങനല്ല, കരിമീനകത്ത് ഏത് ഡിഷാണ് നേഹയ്ക്ക് ഇഷ്ടമെന്ന് ചോദിച്ചോ? ഒരു ഷെഫ് ഒന്നും ഇല്ലല്ലോ, അന്വേഷിക്കുക. കരിമീൻ പൊള്ളിച്ചത് കഴിച്ചിട്ടുണ്ട് എപ്പോഴും. അത് എനിക്ക് കുഴപ്പമില്ല. കരിമീൻ പൊള്ളിക്കുന്നതിന് പല വിഭവങ്ങളുണ്ട്, പല രീതികളിലുണ്ട്. ഏത് രീതിയിൽ പൊള്ളിച്ചാണ് കുട്ടിക്ക് ഇഷ്ടം? ഷെഫ് അങ്ങനെയൊന്നും എനിക്ക് അറിയില്ല. ഷെഫ് കരിമീൻ പൊള്ളിച്ചെന്ന് പറഞ്ഞ ഒരു സംഭവം തന്നു എനിക്ക്, അത് ഞാൻ കഴിച്ചു. അല്ലേ? അത് കുഴപ്പമില്ലായിരുന്നു. എന്താണ് വ്യത്യാസങ്ങളുള്ള എന്തൊക്കെയാണ് നമുക്ക് ഓഡിയൻസിന് പ്രേക്ഷകർക്ക് കുറച്ച് കരിമീൻ ആക്ച്വലി പൊള്ളിക്കുക എന്ന് പറയുന്നത് നല്ല ഓലക്കാലില്ലേ, ഓലക്കാലിനകത്ത് കരിമീനിനെ കെട്ടി ആക്ച്വലി ഇഡലിക്കുട്ടത്തിനകത്ത് പുഴുങ്ങി തിന്നണം. പൊരിച്ചതിന് ശേഷം മസാല എല്ലാം വെച്ച് കെട്ടിയിട്ട് പുഴുങ്ങണം. രസമായിരിക്കും. അങ്ങനൊന്നും അല്ല, ആക്ച്വൽ പലതുണ്ട് അല്ലേ? ശരിയല്ലേ? ഇപ്പൊ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാം മാത്രമായിരുന്നു കുക്ക് ചെയ്യേണ്ടിയിരുന്നത്. ഞാൻ കുക്ക് ചെയ്യുന്നില്ല, ഇതെന്നെ പിന്നെ ഹെൽപ്പ് ചെയ്യുന്നു. ഷെഫിന് ഞാൻ ചോദിക്കട്ടെ, ഷെഫിന് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഷെഫ് കുക്ക് ചെയ്യാണല്ലോ, ഷെഫാണല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പൊ വേറെ ആരെങ്കിലും കുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റാത്തുള്ള കൺട്രോൾ ഇല്ല. കുക്ക് ചെയ്യാനുള്ള കൺട്രോൾ ഇല്ല. വിഷയം എന്താണെന്ന് വെച്ചാൽ രണ്ടെണ്ണം ഇരിക്കുന്നത് അല്ലേ, അവിടെ തവ ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. സമയം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, കറക്റ്റ് അല്ലേ? അപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് നിന്ന് കുക്ക് ചെയ്യുക, അപ്പോൾ അയാളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഗതി അടിപൊളിയായിരിക്കും. ശരിയല്ലേ? മാത്രമല്ല, ഞാൻ ആക്ച്വലി പണിയെടുക്കാൻ വന്ന കോസ്റ്റ്യൂമിലും അല്ല. അപ്പോൾ ഈ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫിഷിന്റെ സ്മെൽ എൻ്റെ ഡ്രസ്സിൽ പിടിക്കും, അതറിയാമോ? എന്തൊരു ബുദ്ധി അല്ലേ? ഒരേ സാധനത്തിന് രണ്ട് ഫ്ലേവർ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ്. ഒരു കയ്യിലാണ് മാരിനേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? അതിനെ നമുക്ക് എങ്ങനെ രണ്ട് രീതിയിൽ കാണാൻ പറ്റുന്നതാണ്. നമ്മളിത് റെഡി ആവാറായി, ഏകദേശമായി. ഓക്കെ. ഒന്ന് ഫ്രൈ കുക്ക് ആകുമല്ലോ, ഒന്ന് കുറച്ച് ഗ്രേവി ആയിട്ടാണ്. കരിമീൻ എന്ന് പറയുന്ന സാധനം ഞങ്ങൾ കുണ്ടറക്കാരുടെ ഫേവറേറ്റാണ്.
കൊച്ചിയിലും അതെ കേട്ടോ. ആണല്ലേ? പിന്നെ നമ്മൾ നേരെ പോയിട്ട് മറ്റേ ബീച്ചിൽ പോയിട്ട് ഡയറക്റ്റ് വാങ്ങിച്ചിട്ടാണല്ലോ. അവിടെ വല ഉണ്ടല്ലോ, ചീനവല. അവിടെ നിന്ന് തന്നെ ലൈവ് പിടിക്കണല്ലേ. ശരിക്കും അടിപൊളി. അപ്പൊ ഫിഷ് റെഡിയാ? ഏകദേശം. ഇത് ഇനി സെർവ് ചെയ്യാലോ. എന്ത് പറഞ്ഞു? സെർവ് ചെയ്യാലോ അല്ലേ? നമ്മൾ ഈ ഫിഷിന്റെ മുകളിലേക്ക് ഇനി കോക്കനട്ട് വെച്ചിട്ടുള്ള ഡ്രൈ ചെയ്തെടുത്തു. ഓക്കെ, നമ്മൾ ഓൾറെഡി കോക്കനട്ട് എന്താ പറയാ ഈ ഒരു ഗ്രേവി തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യണം. ഓക്കെ, ഷെഫ് അവിടെ കഴിഞ്ഞു. ഫ്ലെയിം ഓഫ് ചെയ്യാട്ടോ കാര്യം. ഓക്കെ, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. കുറച്ച് കറിവേപ്പില. ഇതിന് കറിവേപ്പിലേക്ക് അവിടെ പോയി അതൊക്കെ എടുത്ത് അങ്ങോട്ട് ഇട്ടു. ഇതാണ് ഞാൻ പറഞ്ഞ ഷെഫിന് ഒരു പൂവ് തരാൻ ചോദിച്ചോളൂ. പിടിച്ചോ? മതിയോ? മതി മതി ഒന്നുകൂടെ മതി മതി മതി. അങ്ങനെ ചോദിക്കരുത്. ഓക്കെ, കഴിഞ്ഞില്ലേ? വളരെ സിമ്പിൾ ഡിഷാണ്. കരിമീൻ കോക്കനട്ട് ഫ്രൈ. കോക്കനട്ട് കരിമീനും ഫ്രൈ ചെയ്തു എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം. സ്പൈസി ഇച്ചിരി കൂടി വേണം. സ്പൈസി കൊച്ചിക്കാർക്ക് സ്പൈസി ഭയങ്കര ഇഷ്ടമാണ്. അല്ലല്ലേ? നേക്ക് സ്പൈസി അല്ല, അപ്പൊ കൂടുതൽ സ്പൈസി ആക്കി. അപ്പൊ എല്ലാവർക്കും തികയും, എല്ലാവർക്കും കഴിക്കാൻ പറ്റും. അതെ, നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുകയാണ്. വേറെ എന്തൊക്കെ കല കയ്യിലുണ്ട്? വരയ്ക്കും, പാടും, എഴുതും. ചെറുതായിട്ടെല്ലാം. ആൾക്കാർ അറിയട്ടെ, ഇങ്ങനെ വേദികളിലല്ലേ നമുക്ക്, അല്ലേ? അല്ലെ, ഇങ്ങനെ വേദികളിലല്ലേ? റെഡിയാക്കിയിട്ടില്ല. ഇതപ്പോ ഫിഷിന്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. അടിപൊളി കേട്ടോ. സാലാഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വെച്ചോ. സലാഡ് തറയെ കളയതാ, കൊച്ചു പറക്കി തിന്നളയും. എന്ന് പറഞ്ഞാലും കൊച്ചു പറക്കി തിന്നു കളയുന്ന പറഞ്ഞാൽ മതിയല്ലോ. പോയി കിടന്നുറങ്ങ് കൊച്ചേ. ഓക്കെ ഓക്കെ, നമ്മുടെ ഫിഷ് തവ ഫ്രൈ. കുറച്ച് സാലഡ് അതിനകത്ത് വെച്ചാൽ മതി. തന്നോ, കുടിക്കട്ടെ. ഇതാണ് ഇമ്പോർട്ടൻസ്. ഒരു സ്പൂൺ തന്നെ. അപ്പൊ നമ്മുടെ ഫിഷ് തവ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. പറയട്ടെ. അപ്പൊ ഫിഷ് തവ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വിത്ത് ഫിഷ് കോക്കനട്ട് തവ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫിഷ് കോക്കനട്ട് തവ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി അത് ഷെഫ് നമ്മുടെ ടേസ്റ്റ് ചെയ്യണ്ടേ? അതെ, അടിപൊളിയല്ലേ? ഇതാ നോക്കുക അതിന്റെ ഫ്ലേവർ. പിന്നെ സ്മെല്ല് നല്ല വാക്ക് ഉപയോഗിക്കണ്ടേ? എക്സാക്ട്ലി. ചില കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് when it comes to cooking. അത് മിക്സ് ചെയ്ത് കഴിക്കും. നല്ല ഫ്ലേവർ ഉണ്ട്. നല്ല ഫ്ലേവർ ഉണ്ട് മോളെ. നല്ല സ്മെല്ലും ഉണ്ട്. നല്ല സ്മെല്ലുണ്ട്. അതിന്റെ സ്മെല്ല് എന്ന് പറഞ്ഞിട്ടാണ് ഫ്ലേവർ എന്ന് പറയണം എന്ന് പറഞ്ഞിട്ട്. കൊള്ളാം അല്ലേ? ഇതിങ്ങനെ നിങ്ങൾ കഴിക്കുമ്പോൾ പ്രത്യേകിച്ചും ആ കോക്കനട്ട് ഫ്രൈ കൂടെ ചേർത്ത് വേണം കഴിക്കാൻ, അല്ലേ? നമുക്കൊരു ഹെൽത്തി ഫുഡായിട്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ രണ്ടും കൂടി കഴിച്ചാൽ മതി, അല്ലേ? സലാഡും ഈ ഒരു ഫിഷും കൂടി. അങ്ങനെയും പറയാം. വേറെ ഒന്നും വേണമെന്നില്ല. വേറെ ഒന്നും വേണമെന്നില്ല. നൈറ്റ് ഫുഡിലൊക്കെ വളരെ നന്നായിട്ടുണ്ട്. വീട്ടിലിത് ഉണ്ടാക്കി കഴിക്കാറുണ്ടോ? ഇതിപ്പോ ആദ്യമായിട്ടാണ് ഇവിടുന്ന് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ട്രൈ തന്നെ എങ്ങനെയുണ്ട് ഷെഫ്? നന്നായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പീസെങ്കിലും കഴിച്ചു നോക്കണം, അല്ലേ? ഒരു സ്പൂൺ തന്നോ. സാധാരണ നമ്മൾ വാരി കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ ഇതാ വലിയ സ്പൂൺ എടുക്കണോ? ദാരിദ്ര്യവാസി വലുതെടുക്കൂ. അതെ, കൊടു. കൊള്ളാം, നന്നായിട്ടുണ്ട്. അല്ലേ? നന്നായിട്ടുണ്ട്. സോൾട്ടൊക്കെ കറക്റ്റാണ്. ഷെഫ് കഴിക്കുന്നുണ്ട് പിന്നെ പിന്നെ. അപ്പൊ അതിനർത്ഥം ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ അവിടെ വെച്ചോട്ടെ. വെക്കാണ്. അതിന്റെ കൂടെ തന്നെ നേഹ നമ്മൾ സാലഡും കഴിക്കണം. സാലഡും കഴിക്കണം. ഹെൽത്തി ആയിട്ട് നമ്മൾ എനിക്ക് തരുന്നില്ല. എന്താ ചെയ്യാപ്പോ? എനിക്ക് തരുന്നില്ല. എന്റെ മറ്റേ ക്ഷമയുടെ നെല്ലിപ്പലക കളയാന്നൊക്കെ പറയില്ലേ, അതാണ്. പുതിയ പലക വാങ്ങിച്ചു വാങ്ങി തരും. തരില്ല. കുറച്ചിങ്ങനെ ലാഗ് അടിപ്പിക്കണം. ചോദിക്കണം. അതാണ് വേണ്ട. ഞാൻ ചോദിക്കണം. അത് ടേസ്റ്റ് ഉള്ളതാണല്ലോ. എന്റെ കൈ പിടിക്കുന്നതിനാ അറിയോ? എടുത്തോണ്ട് ഓളായിരിക്കുക. ഭയങ്കര എന്താ ബുദ്ധിമതിയാണ്. ബുദ്ധിമതി. കൊള്ളാം.
ആ കോക്കനട്ടിന്റെ വെറുതെ ഫ്രൈ ചെയ്ത് കഴിക്കണേനേക്കാളും അതുപോലെ അതെ നന്നായിരിക്കും. ഒരു വായം കൂടെ നമ്മൾ നേക്ക് ട്രൈ ചെയ്യാൻ കൊടുക്കണമെന്നുണ്ട്, പക്ഷെ തികയുന്നില്ല. അടുത്ത പ്രാവശ്യം ഒരു 8 കരിമീനെങ്കിലും വാങ്ങിക്കണം. ആരെ കഴിപ്പിക്കാനാണ് 8 കരിമീനൊക്കെ? എന്റെ ദൈവമേ, ഞാനിവിടെ ഒരുത്തൻ കള്ളനുണ്ടെന്ന് പറഞ്ഞപ്പോ കള്ളന് സ്വന്തം ഞാനിപ്പോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ശരിക്കും അതിനകത്ത് കോക്കനട്ട് ഫ്രൈ ചെയ്തതിന്റെ ആ ഫ്ലേവർ ഭയങ്കര നന്നായിട്ട് നിൽക്കുന്നുണ്ട്. ഫിഷിന്റെ ആ ഫ്രൈ ചെയ്തത് എല്ലാം ആ സാലഡും എല്ലാം കൂടെ കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അതെ, ഇതൊരു സിമ്പിൾ സാധനമാണ്. അതേ മസാല കുറച്ച് ഗ്രേവി ആയിട്ടാണ്. ഇതവിടെ അവിടെ ഗ്രേവി ഉണ്ടാകുന്നില്ല, എണ്ണ കുറച്ച് കൂട്ടിയിട്ട്. എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞു? സാധാ ഫ്രൈ വ്യത്യാസം ഒന്നുമില്ല. കഴിച്ചു നോക്കിട്ട് പറയാം. കൊതി വിട്ടോണ്ടിരിക്കുന്നു. ഷെഫ് ആ വെളുത്തുള്ളി ഇട്ട് പൊരിച്ചത് സൂപ്പർ ആയിട്ടുണ്ട്. തങ്കോ അല്ലേ? ഒരു കരിമീൻ പൊള്ളിച്ച പോലെ ഒരു എന്താ പറയാ, എനിക്ക് കറക്റ്റ് വേർഡ്സ് പറയാൻ അറിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? നമുക്കൊന്ന് മാറ്റി പിടിക്കാം. ഇതിന്റെ രണ്ടിന്റെ ഫ്ലേവർ അല്ലേ? ഇതും വേറെ അത് വേറെ ടേസ്റ്റ് അല്ലേ? വേറെ ടേസ്റ്റ് ആയില്ലേ? ഇപ്പൊ ഷെഫ് കുറച്ച് ലൈം അതിന്റെ അകത്തേക്ക് എന്താ പറയാ, എന്ത് നീരായിരുന്നു? ഇഞ്ചി നീര്. എന്ത് നീരായിരുന്നു? നാരങ്ങ നീര്. നീ കഴിക്കും. അതേപോലെ നമുക്കിങ്ങനെ കഴിക്കാനൊക്കെ ഒരു എപ്പിസോഡ് വേറെ ഏതെങ്കിലും ഒരു ചാനൽ ചെയ്യുക അല്ലേ? തീർക്കല്ലേന്ന് പറയുന്നു നമ്മളോട്. മതി കഴിച്ചാൽ നിങ്ങൾ ഒന്ന് തീർക്കല്ലേ. ഇതുകൂടെ ട്രൈ ചെയ്തോ. അവരെ കണ്ണു നമ്മുടെ വയറ്റിനെ പറ്റുണ്ടോ? മതി അല്ലേ? അപ്പൊ ഞങ്ങളിവിടെ മതിയാക്കാണ്. അതെ, ഞാൻ 2 ഡിഷ് ഇപ്പൊ ഉണ്ടാക്കി. ഷെഫിന്റെ ശരിക്കുള്ള ഒരു ടേസ്റ്റും ഇഷ്ടപ്പെട്ടത് എന്താണ്? അല്ല സി ഇപ്പൊ ഈ കരിമീൻ കോക്കനട്ട് ഫ്രൈ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രെഡിക്റ്റബിൾ ആണ്. പക്ഷെ ഒരു അറബിക് ഡിഷിനെ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ കണ്ണു മുമ്പിൽ നിന്ന് വളരെ ചാലഞ്ചിങ് ആണ്. കാരണം അതിന്റെ ടെമ്പറേച്ചർ, അതിന്റെ ടെക്സ്ചർ, അതിന്റെ ഫ്ലേവർ, ഒരു അറേബ്യൻ നാടിനെ കൊണ്ടുവരിക. അതിനകത്ത് ഹുസൈൻ കാണിച്ച ഒരു സാഹസം വെൽ അപ്രീഷിയേറ്റഡ്. അല്ല സീരിയസ്ലി ഭയങ്കര അപ്രീഷിയേറ്റഡ് ആണ്. കാരണം അത് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു. കാരണം അതിന് ഭയങ്കര ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാൻ പറ്റി. പൊതുവെ ആൾക്കാർക്ക് അത് പറ്റാറില്ല. അതിന്റെ കൺസിസ്റ്റൻസി, ലിമിറ്റേഷനിൽ നിന്നുകൊണ്ടേ അപ്പം ആ മാജിക് കയ്യിലുണ്ട്. പിന്നെ ഞങ്ങൾ പാട്ട് പാടും ഡാൻസ് കളിക്കുന്ന പറഞ്ഞ് പറ്റിച്ചത് മോശമായി. അത് എനിക്ക് ഭയങ്കര വിഷമമായി. രഹസ്യമായിട്ടാണെങ്കിൽ എനിക്ക് ടെക്സ്റ്റ് ചെയ്തു ഷെഫ്, എനിക്ക് ഭയങ്കര വിഷമമാണ്. ഇതിനെ പറ്റിയിട്ട് എന്താണ് ഒരു അഭിപ്രായം പറയാനുള്ളത്? ഇത് വീട്ടിൽ ആർക്കും ട്രൈ ചെയ്യാം. കൊച്ചുകുട്ടികൾ ട്രൈ ചെയ്യാതിരിക്കുക. കൊച്ചുകുട്ടികൾ ഇത് ട്രൈ ചെയ്യുമ്പോൾ അടിയിൽ എഴുതിയേക്കുന്ന കണക്ക് മൂത്തവരുടെയും കൂടെ ഹെൽപ്പ് എടുക്കുക. കരിമീൻ കിട്ടുമ്പോൾ, അതും ഗുണ്ട് കരിമീൻ കിട്ടുമ്പോൾ ഇങ്ങനെയുള്ള സാഹസങ്ങൾക്ക് ശ്രമിക്കുക. ഫ്രൈ ചെയ്യുന്ന വ്യത്യാസത്തിൽ തന്നെ നമുക്ക് 2 ടേസ്റ്റ് കിട്ടി അല്ലേ? എപ്പോഴും അങ്ങനെയാണല്ലോ. 108 ഡിഷസിനകത്ത് 108 തരത്തിൽ ഉപ്പിട്ടാൽ തന്നെ 108 ടേസ്റ്റ് ആയില്ലേ? അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ കലാപരിപാടികൾ അവസാനിക്കാൻ പോവാണ്. നല്ല പാചക കലാപരിപാടി, പാചക കലാപരിപാടികൾ പാചക വാചക കലാപരിപാടി അതെങ്ങനെയുണ്ട്? അത് കറക്റ്റ് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഷെഫിന് കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കാണ്ട് നമുക്ക് വെറുതെ, അതെ ഷെഫ് ഫസിയക്ക് നമുക്ക് ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കാണ്ട് വെറുതെ ഇടാൻ പറ്റില്ല. വീട്ടില് 4 കുട്ടികളുണ്ടോ? അതെ, മുട്ടടിക്കാനാണോ? ഞങ്ങൾ കൊടുത്തയച്ചോളാം. അതെ അതെ, നമ്മൾ അങ്ങോട്ടേക്ക് കൊടുത്തയക്കും. അപ്പൊ നമുക്ക് എന്തായാലും ഗിഫ്റ്റ് സെക്ഷനിലേക്ക് കിടക്കാം. പായം തന്നെ വെസ്റ്റേൺ ഫുഡ്. അപ്പൊ ആദ്യം തന്നെ ദി ടേസ്റ്റ് ഓഫ് സ്പൈസ് ആൻഡ് ഫുഡ്സ് നമ്മുടെ വെസ്റ്റേൺ ഫുഡ് പ്രൊഡക്ട്സ് ആണ്. സംസാരിക്കുള്ളൂ. 2 പതിറ്റാണ്ട് പാരമ്പര്യമുള്ള ദീപം ഫുഡ് പ്രൊഡക്ട്സിന്റെ പിക്കിൾ, ജാം, അതുപോലെ തന്നെ സോസ് എന്നീ ഫുഡ് പ്രൊഡക്ട്സ് നമ്മളിപ്പോൾ അറിയപ്പെടുന്നത് മിസ്ബ ഫുഡ് പ്രൊഡക്ട്സിന്റെ പേരിലാണ്. 2 പതിറ്റാണ്ട് പഴക്കമുണ്ട്. അടുത്തത് ഫാംബിയൻ ഫുഡ് പ്രൊഡക്ട്സ് ആണ്. ഈറ്റ് പ്യോർ ആൻഡ് ലിവ് സ്ട്രോങ്. അടുത്തത് നമ്മുടെ മീറ്റ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ് ആണ്. നമ്മുടെ കേരളത്തിലെ തന്നെ ആദ്യത്തെയും ഏറ്റവും വലുതുമായിട്ടുള്ള മോഡേൺ മീറ്റ് പ്രോസസിംഗ് പ്ലാന്റ് ആയിട്ടുള്ള മീറ്റിലെ ഫുഡ് പ്രൊഡക്ട്സ് ആണ്. അപ്പം മീറ്റ് പ്രോഡക്ട്സ് ആണ്. ഡോക്ടേഴ്സിന്റെ മേൽനോട്ടത്തിൽ നല്ല ഗുണനിലവാരമൊക്കെ ഉറപ്പ് വരുത്തുന്നതാണ് കേട്ടോ. ഇത് ഭയങ്കര സ്പെഷ്യൽ മീറ്റ് ആണ്. ഇത് വെച്ച് ബിരിയാണി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇത് വെച്ച് ചിക്കൻ കറി ഉണ്ടാക്കുക. അപ്പൊ അടുത്ത് നമ്മുടെ മേജർ പുട്ടുപൊടിയാണ്. ഒരു ഇത്തിരി പൊടിക്ക് ഒത്തിരി പുട്ട്. പേര് പോലെ തന്നെയാണ്, മേജർ ആണ്. ഇറച്ചിപ്പുട്ട്, മാങ്ങാപ്പുട്ട്, തേങ്ങാപ്പുട്ട് എന്ന് പറഞ്ഞ പലതരം പുട്ടുകളായിരിക്കും. ഷെഫ് വേണമെങ്കിൽ ഗിന്നസ് ബുക്കിലേക്ക് തന്നെ ഒരു പുട്ട് മത്സരത്തിന് പോവാം കേട്ടോ. അപ്പൊ നമ്മുടെ കൂടെ 2 എപ്പിസോഡ്സിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് 2 നല്ല ഗംഭീരമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കി തന്ന ഷെഫ് ഫസിയ തൻസിൽ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us. അപ്പൊ ഫിനിഷ് ചെയ്താലോ? ഫിനിഷ് ചെയ്യാം. അപ്പൊ നമ്മൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ നല്ലൊരു
ഫിഷ് കോക്കനട്ട് തവ ഫ്രൈ ഒക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞിരിക്കുവാണ്. അപ്പൊ ഇനിയും അടുത്ത ആഴ്ച നിങ്ങളുടെ മുമ്പിൽ നല്ല ഫുഡൊക്കെ ആയിട്ട് നമ്മൾ പിന്നെയും വരുന്നതായിരിക്കും. അപ്പൊ അതുവരേക്കും സൈനിങ് ഓഫ് ഫ്രം നേഹ മാത്യു, ഷെഫ് നളൻ ഷെഫ് ഫസിഹ തൻസീൽ. ബൈ ബൈ. ബൈ.